ക്യാൻസറിനെ പ്രതിരോധിക്കാൻ നല്ലൊരു സാധനമാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇതിന്റെ പേരെനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഇതിന്റെ അകത്തുനിന്നാണ് ഇതിന്റെ കാ വരുന്നത്. ഇതാണ്ട് ഈ കായാണ് ഇത് വലുതാവുന്നത്. ടയറിന് നല്ല മധുരമാണ്. ഇതിന് അഡീഷണൽ പഞ്ചസാര ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യം. കൂട്ട് എടുത്തിട്ട് ഈ ഒരു ലെയർ നമുക്ക് യൂസ് അടിക്കാം. ഇതിനെടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമസ്കാരം ലൂക്കോസ് ചേട്ടാ. നമസ്കാരം. ഇത് കൊല്ലം ജില്ലയിൽ ലൂക്കോസ് ചേട്ടന്റെ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്ന ഒരു ഇത് കാണിച്ചാട്ട് കണ്ടില്ലേ? ഇതിന്റെ പേര് നിങ്ങൾക്കാർക്കെങ്കിലും അറിയാവോ? പാഷൻ ഫ്രൂട്ട്സ് എന്നാണ് ചേട്ടൻ പറയുന്നത്. പക്ഷെ ഇതിനൊക്കെ പാഷൻ ഫ്രൂട്ടിനെല്ലാം ഭയങ്കര വിലയാണ്. ഇതിന് ഒരുപാട് ആൾക്കാർ തിരക്കി വരുന്നുണ്ട്. ഇതിന് അപ്പോൾ ഇതിന്റെ കാഴ്ചകളിലേക്ക്, ഇതിന്റെ നടീൽ രീതികളെ കുറിച്ച് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതിന്റെ ഏറ്റവും വലിയ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ജ്യൂസ് അടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ എക്സ്ട്രാ മധുരങ്ങളൊന്നും ചേർക്കണ്ട. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള എന്താണ് അതിന്റെ കൂടെ ചേർക്കാൻ ആരോഗ്യമുള്ള കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് ജ്യൂസ് അടിച്ച് നമുക്ക് ഉപയോഗിക്കാം. പലവിധ രോഗങ്ങൾക്കും നല്ലതാണ്. അപ്പൊ ഇതിന്റെ വിശദമായ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ രാജേന്ദ്രൻ ബ്ലോഗ്സ് പള്ളികുന്നം. എൻ്റെ പേര് ലൂക്കോസ്. ഞാൻ കൊല്ലം ജില്ലയിൽ 11-ാം വാർഡ് ശൂരനാട് 11-ാം വാർഡിൽ താമസിക്കുന്ന ഒരു കർഷകനാണ്. ഇത് ഒരു ഫ്രാഷൻ ബൂട്ട് ഇനത്തിൽപ്പെട്ട ഒരു തൈയാണ് ഈ കാണുന്നത്. ഇത് ഞാൻ 4 വർഷമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇത് രോഗങ്ങൾക്കൊക്കെ ഭേദപ്പെട്ട ഒരു സാധനമാണെന്നാണ് പറയുന്നത്. കറക്റ്റ് എനിക്ക് ഇതിൻ്റെ പേരറിയത്തില്ല. പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പം ഇത് ഞാനിതിൻ്റെ ഉപയോഗ രീതികൾ പറഞ്ഞു തരാം. ഇത് ചെറിയ പരുവത്തിൽ പിന്നെ പച്ചക്കറിക്ക് ഉപയോഗിക്കാം, തോരൻ വെക്കാം, സാമ്പാറിന് ഉപയോഗിക്കാം, അവിയലിന് ഉപയോഗിക്കാം. രണ്ടാമത് ഇത് വിളഞ്ഞ് പഴുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ലെയർ ചെത്തിയിട്ട്, അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്, ചെത്തിയിട്ട് എടുത്ത് ജ്യൂസ് അടിക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന് നെറ്റിനകത്ത് പ്രാഷൻ ബൂട്ട് ഉണ്ട്. അത് പ്രാഷൻ ബൂട്ടായിട്ട് തന്നെ നമുക്ക് കഴിക്കാം, ജ്യൂസ് അടിക്കാം. എല്ലാ ഉപയോഗങ്ങൾക്കും ഇത്. പിന്നെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് ക്യാൻസറിനെ പ്രതിരോധിക്കാൻ നല്ലൊരു സാധനമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിയത്തില്ല. അറിയാവുന്നവർ നല്ല രീതിയിൽ പറഞ്ഞു തന്നാൽ കമൻറ്റ് ചെയ്യണം. ഇതിൻ്റെ ഇത് ആണ്. ഇത് ചെറിയ പരുവത്തിൽ നമുക്ക് പച്ചക്കറിക്കെല്ലാം ഉപയോഗിക്കാം. ഇപ്പം ഞാൻ മുറിച്ച് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ സെയിം പ്രാഷൻ ബൂട്ട് തന്നെ. ഇതിപ്പം പഴുത്തില്ല. പഴുക്കാൻ ഇനി ഇതൊരു 10-15 ദിവസം എടുക്കും. ഒരു പപ്പായ ടൈപ്പ്, പക്ഷെ ഷേപ്പ് മാത്രമേ ഉള്ളൂ പപ്പായയുടെ. ഇത് ഇനി ഒന്ന് കാണിച്ചു തരാം. ഇത് ഇങ്ങനെ നമുക്ക് മാങ്ങ ചെത്തി എടുക്കുന്നതിൻ്റെ കൂട്ട് എടുത്തിട്ട് ഈ ഒരു ലെയർ നമുക്ക് യൂസ് അടിക്കാം. ഇതിനകത്ത് ഒരു ഇച്ചിരി ബിസ്ക്കറ്റോ പിന്നെ ബൂസ്റ്റോ വല്ലതും ഇട്ട് കഴിഞ്ഞാൽ നല്ല ജ്യൂസ് ഉപയോഗിക്കാം. കഴിക്കാം, പച്ചയ്ക്ക് കഴിക്കാം, ഒരു കുഴപ്പമില്ല. നല്ല മധുരമുണ്ട്. വേണ്ട. ഇത് ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ ഒരു 3-4 ഗ്ലാസ് ജ്യൂസിന് സുഖമായിട്ട്. അതിനെന്ത് ടേസ്റ്റ് ആയിരിക്കും? ഇത് പഴുത്ത് കഴിഞ്ഞാൽ ഇപ്പം പുളി ഉണ്ടാവും. പഴുത്ത് കഴിഞ്ഞാൽ സെയിം പ്രാഷൻ ബൂട്ടിന്റെ യൂസ് ഉപയോഗം അത് തന്നെ. സെയിം പ്രാഷൻ ബൂട്ട് തന്നെ സാധനം. അതാണ്ട് ഞാൻ എടുത്ത് കാണിച്ചു തരാം. വേണ്ട പ്രാഷൻ ബൂട്ടിന്റെ നെറ്റ് വേണ്ട. നന്നായിട്ട് എന്ത് നിറം വരും? മഞ്ഞ കളർ വരും. സെയിം പ്രാഷൻ ബൂട്ടിന്റെ മഞ്ഞ കളർ തന്നെ വരും. ഈ കളർ വരും ഇതിന്. ഇതിപ്പം പഴുത്തില്ല, അതുകൊണ്ടാണ് ഇത് വെള്ളയായിട്ടിരിക്കുന്നത്. നല്ല ഗോൾഡൻ കളർ വരും ഇത് പഴുക്കുമ്പോൾ. ഇതിന് ഗോൾഡൻ കളർ വരും. ഈ ഗോൾഡൻ കളർ വരും. ചെറുതായിട്ട് വരുന്നുണ്ടല്ലേ? ആയി തുടങ്ങിയത്. ഇതിപ്പം ഞാൻ കഴിച്ച് കാണിക്കാം. ഇപ്പൊ ഇത് പഴുത്ത് വരുന്നതേ ഉള്ളൂ, പഴുക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതിന് ഇപ്പോൾ ഒരു ചെറിയ പുളിയുണ്ട്.
ഇത് പഴുത്ത് കഴിയുമ്പോൾ നല്ല മധുരമായിരിക്കും ഇത്. ഉണ്ടെങ്കിൽ ശകലം കഴിച്ചു നോക്കാം, ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിന്റെ ഈ ഔഷധ ഗുണങ്ങളെ കുറിച്ചൊക്കെ എന്ന് പറയാമോ? ഇത് ഇങ്ങനെ എനിക്ക് തന്ന ആളുകളും ഞാൻ വേറെ 2-3 പേരെടുത്തൊക്കെ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ക്യാൻസറിനെ പ്രതിരോധിക്കാൻ നല്ലൊരു സാധനമാണ്. എൻ്റെ അടുത്ത് വന്ന് പലരും അങ്ങനെ വന്നിട്ട് ഇതിൻ്റെ കാ മേടിച്ചുകൊണ്ട് പോയിട്ടുമുണ്ട്, ഞാൻ കൊടുത്തിട്ടുമുണ്ട്. പക്ഷെ ഇതിന്റെ പേര് മാത്രം നമുക്ക് അറിയത്തില്ല. അപ്പൊ ഇതിന്റെ പരാഗണം നടത്തുന്നത് ആൺചെടി പെൺചെടി ഒന്നുമില്ല, അത് തന്നെ അതിന്റെ പൂവിൽ നിന്ന് തന്നെ പരാഗണം. ആൺപൂവും പെൺപൂവും ഉണ്ടാവും. ഞാൻ 4 വർഷമായിട്ട് കൃഷി ചെയ്യുന്നതായിരുന്നു. അപ്പൊ ഞാനിത് പ്രത്യേകം പരാഗണം നടത്താൻ ആണും പെണ്ണും വന്നു. ഒരു തണ്ടേ തന്നെ ഇപ്പൊ ഞാൻ അതിന്റെ മൂട് കാണിച്ച ആ ഒരു മൂട്ടിൽ നിന്ന് തന്നെ വന്ന് കാ പിടിച്ച് കിടക്കുന്നത്. അങ്ങനെ സെയിം നമ്മുടെ പച്ചക്കറി, വെള്ളരി, പാവല്, പടവലം ഒക്കെ കൃഷി ചെയ്യുന്ന ആ രീതി തന്നെ. പക്ഷെ ഇതിന് സ്ട്രോങ് ആയിട്ടുള്ള പന്തലിട്ട് കൊടുക്കണം. ചേട്ടാ, ഇതിന്റെ വിളവ് സമയം എത്ര കാലാവധി വേണം പഴുക്കാൻ? 3 മാസം എടുക്കും. 3 മാസം പൂ വന്നു കഴിഞ്ഞു കറക്റ്റ് 3 മാസം എടുക്കും. 3 മാസത്തിനുള്ളിൽ നല്ല ഇതിപ്പം ഈ ഒരു കായ ഒരു 10 ദിവസത്തേക്കകം എടുക്കും. അവിടെ കളർ മഞ്ഞയായി വരുന്നു. ശരിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ ഒത്തിരി വേറെ കാകൾ താണ്ട് ഇപ്പം ചെറുത് പിടിച്ചു വരുന്നുണ്ട്. ഇതിന് അതുപോലെ തന്നെ ഇതിന് വേറെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സീസൺ ഇല്ല ഇതിന്. പിന്നെ മറ്റു പ്രാഷൻ പൂട്ട് പിടിക്കുന്നതിന്റെ കൂട്ട് സീസൺ ഇല്ല. ഇതിപ്പോ ഒരു വിളവെടുത്ത് കഴിയുമ്പോഴത്തേനും അടുത്ത കായ താണ്ട് ഇപ്പൊ ആദ്യം പിടിച്ച കായ ഇത് വലുതായി. അത് കഴിഞ്ഞപ്പോ സെക്കൻഡ് പൂത്ത് കാ വരുന്നു. ഒരു വർഷത്തിൽ ഒരു 3-4 വട്ടമെങ്കിലും പിടിക്കും. ഇതിന് വിളവെടുപ്പ് പിന്നെ 3 മാസമാകും. 3 മാസം അത് തന്നെ നിൽക്കുന്ന സമയത്ത് തന്നെ അടുത്തത് പൂത്തോണ്ടിരിക്കുക. അതാണ്ട് അതിപ്പം നമ്മൾ ആരുടെ അടുത്തും പറയണ്ട, അതാണ്ട് വീഡിയോയിൽ കാണാം. അതാണ്ട് അടുത്ത പൂ വന്ന് കായാവുന്നു. ഇതിനകത്ത് അതുപോലെ തന്നെ ഇത് ചെറിയ പരുവത്തില്, ഇത് പൊട്ട് പരുവത്തിലെടുത്തത് നമുക്ക് തോരൻ വെക്കാം, സാമ്പാറിന് ഉപയോഗിക്കാം, പച്ചക്കറിക്ക്, എല്ലാ പച്ചക്കറിക്കും ഉപയോഗിക്കാം. ഇത് ഞാൻ ഉപയോഗിച്ച് വീട്ടില്, ഞാൻ ആളുകൾക്ക്, എൻ്റെ സിസ്റ്റർമാരുടെ വീട്ടില്, ചേട്ടന്മാരുടെ വീട്ടിൽ അവരെല്ലാം ഉപയോഗിക്കുന്നുമുണ്ട്. ചെറിയ പരുവത്തിൽ എടുത്ത് നമുക്ക് നല്ല തോരൻ വെക്കാം. ഇതിന്റെ തൊലി പോലും കളയേണ്ട ആവശ്യമില്ല. പുറംതൊലി പോലും ചെത്തേണ്ട ആവശ്യമില്ല. തോരൻ വെക്കുന്നതിനും പച്ചക്കറിക്ക് എടുക്കുന്നതിനും പുറംതൊലിക്ക് ഒരു ടേസ്റ്റ് വ്യത്യാസമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് ഇപ്പൊ നമ്മ കഴിച്ചു കാണിക്കാം, ഒരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ല. അപ്പൊ ഇതിന്റെ ഈ ഭാഗങ്ങളിൽ ഒന്നും ഇല്ലല്ലോ? ഇല്ല. ഇതിപ്പോ ഞാൻ കൊടുത്ത കുറച്ച് ആളുകൾക്ക്, പിന്നെ നമ്മൾ എന്റെ റിലേഷന് കൊടുത്തവർക്കൊക്കെ അവരുടെ വീട്ടിൽ ഇത് കാ പിടിച്ച് അവർ ഉപയോഗിക്കുന്നുണ്ട്. ഞാനൊരു 5-6 പേർക്ക് കൊടുത്ത്. അത് ഞാൻ തയ്യാക്കിയാണ് കൊടുത്തത്. അവര് അത് പിന്നെ ഇപ്പൊ അവര് ഇതിനകത്തുനിന്ന് ആദായ വിളവെടുക്കുന്നു. ഇതിന്റെ മൂട് ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ തണ്ടാണിത്. ഇതാണ് ഞാൻ നട്ട തണ്ട്. ഇത് തണ്ടെന്ന് പറഞ്ഞ ഒരു ചേനയുടെ തടം വെട്ടുന്ന രീതിയിൽ തടം എടുത്തിട്ട് അതിനകത്ത് ചാണാപ്പൊടി, എല്ലുപൊടി ഉള്ള കമ്പോസ്റ്റ് വളങ്ങളെല്ലാം നിറച്ചിട്ട് തൈ നടുക. തണ്ടാണ് ഇതിൻ്റെ നടുന്നത്, ഇതിൻ്റെ അരിയല്ല, തണ്ടാണ് നടുന്നത്. ആ തണ്ട് അതിൻ്റെ ഈ മുട്ട്, ഈ ഇലയുടെ ഈ മുട്ട് മണ്ണിനടിയിൽ 1 ഇഞ്ച് താഴണം, എന്നിട്ട് നടണം. അല്ലാതെ ഗ്രോത്ത് ബാഗിലും വെച്ചിട്ട് ഇത് തൈ ആക്കിയിട്ട് നമുക്ക് നടാം. നട്ട് തണലത്ത് വെച്ചിട്ട് വേര് പിടിക്കുമ്പോഴെടുത്ത് തടത്തിൽ നട്ട് ഇത് കൃഷി ചെയ്യാം. അങ്ങനെയാണ് ഞാൻ അല്ലാതെ ഗ്രോ ബാഗിൽ വെക്കാതെ നട്ടതാണ് ഈ തൈ. അല്ലേ, തണ്ട് മുറിച്ച് കാണിക്കുവാണ്. ഇതാണ് ഇങ്ങനെ എടുത്ത് ഇലയെല്ലാം കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് ഇതിൻ്റെ
ഇത് ഇവിടെ നിന്നാണ് വേര് വരുന്നത്. ഉം. ഈ ഭാഗം മണ്ണിനടിയിൽ നിൽക്കണം. ഇതിനിടയ്ക്ക് ഇത്രയും ഗ്യാപ്പ് സ്ഥലമുണ്ട്. അവിടെ മണ്ണിനടി ഒന്ന് നട്ട് കഴിഞ്ഞാൽ അവിടുന്ന് വേര് വരത്തില്ല. ഇത് കുരുമുളകിന്റെ തണ്ട് നടുന്നതിന്റെ കൂട്ട് തന്നെ മുട്ടുഭാഗം ഇത്രയും മതി. അപ്പൊ ഇത്ര നീളത്തിലെടുക്കണം അല്ലേ? ഇത്ര നീളത്തിൽ മതി. ഇതിപ്പം 2 എണ്ണമായിട്ട് നടാം. അതേ 2 പീസ് നടുമ്പോഴും ഇതിന്റെ മുട്ട് മണ്ണിനകത്ത് താന്നിരിക്കണം. അങ്ങനെ അല്ലേ? ഈ മുട്ടുഭാഗം അവിടെ നിന്നാണ് ഈ മുട്ടിന്റെ ഭാഗത്തു നിന്ന് ഇതിന് വേരിറങ്ങും. ഈ ഭാഗം മണ്ണിൽ ഇത്ര ഒരു ഇഞ്ച് താത്ത് നടണം. എന്നിട്ട് ഇത് തണലും ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഇത് കിളിച്ച് വരും. വളരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള പന്തലിട്ട് കൊടുക്കണം. കമ്പി അല്ലെങ്കിൽ അതുപോലെ തന്നെ പൈപ്പ്, അല്ലാതെ വലയൊന്നും കെട്ടിയാൽ ഇത് വലയിലൊന്നും നിൽക്കത്തില്ല. ഇതിന്റെ തണ്ടും കാര്യങ്ങളും ഒക്കെ ഇത് കാണുമ്പം തന്നെ അറിയാം, ഭയങ്കര ബലമുള്ളതാണ്. ഇതിന് വെയിറ്റ് താങ്ങണം. ഒരു കായ് ഇപ്പം ആദ്യം പിടിച്ച കായ ആയതുകൊണ്ടാണ് ഇത് ചെറുത്. ഒരു കായ 1/2 കിലോയിൽ കൂടുതൽ വലിപ്പം വരും. 1/4 കിലോ വലിപ്പം വരും ചില സമയത്ത് പിടിക്കുന്ന കായ്. ഒരു നല്ല കുമ്പളങ്ങയുടെ അത്രയും വലിപ്പം ഉണ്ടാവും. അത് പിന്നെ അതിന് ഇത് താങ്ങണമെന്നുണ്ടെങ്കിൽ നല്ല കമ്പി തന്നെ വേണം. കമ്പി അല്ലെങ്കിൽ പൈപ്പ്, ഇതിന്റെ ബലമായിട്ടുള്ള പന്തൽ വേണം. അതുകൊണ്ട് ഇപ്പം ഞാനിത് ഇട്ടേക്കുന്നത് നല്ല കമ്പിയെ തന്നെയാണ്. ഇത് കൃഷി ചെയ്യുന്നവർക്ക് ഒരിക്കലും നഷ്ടം വരത്തില്ല. കാര്യം ഇതിന് വില നല്ലതുണ്ട്, അതുപോലെ തന്നെ ശരിക്കും പിടിക്കുന്നുണ്ട്. ഇതിന് പിന്നെ സീസൺ ഇല്ല. ഏത് സമയത്തും അതാണ്ട് ഇത് കണ്ടില്ലേ, ഇപ്പം തന്നെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ഇപ്പൊ അടുത്ത കാ പിടിച്ചു വരുന്നു. ആദ്യത്തത് വലുതായി അടുത്ത കാ പിടിച്ചു വരുന്നു. പരാഗണമൊന്നും നടത്തേണ്ട കാര്യമില്ല, നോക്കേണ്ട ഒരാവശ്യമില്ല. അതാണ്ട് ഇതിപ്പോ ഇപ്പൊ ആദ്യം പിടിച്ചു കഴിഞ്ഞ് സെക്കൻഡ് ട്രിപ്പ് ഇതാണ്ട് ഇഷ്ടം പോലെ കായ കിടക്കുന്നത്. അല്ല, അതിന്റെ കീഴിലെല്ലാം കാ കിടപ്പുണ്ട്. ഇതാണ്ട ഇത് കണ്ടോ? അതുപോലെ തന്നെ അവിടെ കാ കിടപ്പുണ്ട്. അതുകൊണ്ട് ഇപ്പം പിടിച്ചു വരുന്നത്. ഇത് പഴുത്ത് കഴിയുമ്പോൾ ഇതിന് നല്ല മധുരമാണ്. ഈ ഒരു ലെയറിന് നല്ല മധുരമാണ്. ഇതിന് അഡീഷണല് പഞ്ചസാര ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ജ്യൂസ് അടിക്കുമ്പോൾ ഇതിന്റെ ജ്യൂസ് തന്നെ മാത്രം മതി. ഇതിന്റെ ജ്യൂസ് അതിന്റെ കൂടെ ഒരു 2 ബിസ്ക്കറ്റോ ഇച്ചിരി പാലും ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ താല്പര്യമാണ്. നമുക്ക് ഏത് ഫ്ലേവർ വേണമെന്നുള്ളത്. തന്നെ ഈ ജ്യൂസ് തന്നെ അടിച്ചു കുടിച്ചാലും ഒരു കുഴപ്പമില്ല. നല്ല മധുരമാണ്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഇത് ഒരാഴ്ചക്കകം ഇത് പഴുക്കും. ഇത് പഴുത്ത് ഇപ്പം തന്നെ പഴുത്ത് വരുന്നതേ ഉള്ളൂ. ഇത് പഴുത്ത് കഴിഞ്ഞായിരുന്നെങ്കിൽ ഞാനിത് പഴുത്ത് അത് തന്നെ എടുത്ത് കാണിച്ചു തരാറുണ്ട്. അപ്പൊ ഇത് പഴുത്തതില്ല ഇതിന്. ഇതിപ്പോ ഈ റോഡ് സൈഡ് ആയതുകൊണ്ട് ഇതിന്റെ തൈ ഒരുപാട് ആവശ്യക്കാർ വന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പം ഞാൻ നേരത്തെ ഇത് വണ്ടി ചെയ്ത രീതിയിൽ ഇപ്പം തൈ 4-5 പേർക്ക് ഞാൻ ചെയ്ത് കൊടുത്തായിരുന്നു. അത് വിജയിക്കുകയും ചെയ്ത് അവരുടെ അവിടെ കായും പിടിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ രീതി എനിക്കറിയാം. ഇനി ആവശ്യമുള്ളവർക്ക് ഞാനിത് ഒരു തൈ ശരിയാക്കി കൊടുക്കാം, തൈ ആക്കി കൊടുക്കാം. അത് ആവശ്യമുള്ളവർ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇനിയും തൈ ആക്കി കൊടുക്കാം. ഇതുവരെ ഞാൻ ചെയ്ത് കൊടുത്ത് 4-5 പേർക്ക് കൊടുത്തിട്ടുണ്ട്. അവർക്കത് വിജയിക്കുകയും ചെയ്ത് കായും പിടിച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഞാൻ കൊണ്ട് കാണിക്കാം. ഇനി ഇപ്പം ഇത് ഞാൻ തൈ ആവശ്യമുള്ളവർക്ക് വിളിച്ചു കഴിഞ്ഞാൽ തൈ ശരിയാക്കി കൊടുക്കും. നമ്മൾ പ്രത്യേകിച്ച് ആധുനികമായിട്ടുള്ള രീതിയിലൊന്നും ചെയ്യുന്നില്ല. നമ്മുടെ നാടൻ നമ്മൾ കണ്ട രീതിയിൽ തന്നെ ചെയ്യുന്ന കൃഷികൾ. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഹായ്. നന്ദി, നമസ്കാരം. രാജേന്ദ്രൻ വ്ലോഗ്സ്, പള്ളികുന്നം.